ചിറ്റൂരിൽ നിന്നും കാണാതായ 6 വയസ്സുകാരൻ സുഹാന് വേണ്ടിയുള്ള തെരച്ചിൽ 2ാം ദിനവും തുടരുകയാണ്. സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. സുഹാന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് 100 മീറ്റർ ദൂരെ കുട്ടിയെ കണ്ടെന്ന് 2 സ്ത്രീകളാണ് മൊഴി നൽകിയത്. കുട്ടി കരഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് വിവരം. ചിറ്റൂരിലെ വിവിധ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. ഈ 6 വയസ്സുകാരനെ ഇതുവരെയും കണ്ടെത്താനായിട്ടുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് തുടരുന്നത്? നിലവിൽ പോലീസ് CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പ്രദേശത്തെ ഒരു ജലാശയം കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടെയാണ് ഈ ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശിയായ മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകനായ സുഹാൻ എന്ന 6 വയസ്സുകാരനെ കാണാതാവുന്നത്. ഈ കുട്ടി വീട്ടിൻ്റെ മുൻവശത്തായിരുന്നു, സഹോദരനുമായിട്ടും മറ്റുമൊക്കെ വഴക്കിട്ട് മുന്നോട്ട് പോയതായിരുന്നു. കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു മുൻവശത്തേക്ക് എന്നുള്ളതാണ് അവസാനമായി കാണുന്നത്. പിന്നീട് കുട്ടിയെ കാണാതായി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ അവർ തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിൻ്റെയും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്നലെ പ്രദേശത്തെ ചില ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇന്നലെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെയും വലിയ രീതിയിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസാണെങ്കിൽ പ്രദേശത്തെ ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രദേശത്തെ 2 സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു, അതായത് വീടിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു എന്നുള്ളതാണ് 2 സ്ത്രീകൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സ്ത്രീകൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രദേശത്തെ CCTV ക്യാമറകളോ മറ്റോ ഒക്കെ ഉണ്ടോ, അത് ഏതൊക്കെ ഭാഗത്തുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്തെ എരുമങ്കോട് ഭാഗത്തൊരു ജലാശയം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഇപ്പോൾ പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയൊക്കെ ഭാഗത്തു നിന്ന് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും കുട്ടിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതേസമയം തന്നെ വലിയ ഊർജിതമായിട്ടുള്ള തിരച്ചിലാണ് ചിറ്റൂരിലെ ഈ എരുമങ്കോട് പ്രദേശം കേന്ദ്രീകരിച്ചും അതിൻ്റെ ചുറ്റിനുള്ള മറ്റ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി അരുൺ, കാര്യങ്ങൾ വ്യക്തമാണ്. ചിറ്റൂരിൽ നിന്നും കാണാതായ 6 വയസ്സുകാരൻ സുഹാന് വേണ്ടിയുള്ള തെരച്ചിൽ 2ാം ദിനവും തുടരുകയാണ്. സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്നൊക്കെ പോലീസ് മൊഴിയെടുത്ത അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതുവരെയും സുഹാനെ കണ്ടെത്താനായിട്ടില്ല.